അസ്സലാമലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഖുർആനിൽ നിർദ്ദേശിച്ച ഈ തസ്ബീഹുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? പതിവാക്കുക. ഈ തസ്ബീഹുകൾ പതിവായി ചൊല്ലുന്നവന് കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അതായത് തസ്ബീഹ് ചൊല്ലേണ്ട രീതികളെ കുറിച്ചും. ഈ പറയുന്ന കാര്യങ്ങൾ ഒരാൾ പതിവാക്കിയാൽ ഉറപ്പായും ഇരു ലോകത്തും രക്ഷപ്പെടും. ഈ ലോകത്ത് എന്തൊക്കെ നിനക്ക് വേണം അതൊക്കെ ഈ ദിക്റുകൾ നേടിത്തരും. നമുക്ക് 100% ഉറപ്പു തരുന്ന കാര്യമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യുക. അവന്റെ ഇരു ലോകത്തെ ജീവിതവും പച്ച പിടിക്കും ഇൻഷാ അല്ലാഹ്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാറാ രോഗങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ തൊട്ട് നമ്മളെ കാക്കുന്നതാണ്. രാവിലെയും വൈകുന്നേരവും റബ്ബിന് തസ്ബീഹ് ചൊല്ലുക. എങ്ങനെയാണ് അത് ചൊല്ലേണ്ട രീതി എന്നും അതിന്റെ ക്രമപ്രകാരം എങ്ങനെയാണെന്നും പറഞ്ഞു തരാം. ചൊല്ലേണ്ട വിധം എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്റിനെ നമ്മൾ 100 തവണ ചൊല്ലുക. ആദ്യം ഇതാണ് ചൊല്ലേണ്ടത്. അതിനുശേഷം അൽഹംദുലില്ലാ എന്ന ദിക്റിനെ 100 തവണ ചൊല്ലുക. അതിനുശേഷം ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയതിനു ശേഷം അൽഹംദുലില്ലാ 100 തവണ ചൊല്ലുക. അതിനുശേഷം സുബ്ഹാനല്ലാ 100 തവണ. നമ്മളത് നിസ്കാരങ്ങൾക്ക് ശേഷം 33 തവണ ഇതൊക്കെ ചൊല്ലാറുണ്ട്. എങ്കിലും ഇതിനു വേണ്ടിയിട്ട് ചൊല്ലേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. സുബ്ഹാനല്ലാഹ് 100 ചൊല്ലിയതിനു ശേഷം അല്ലാഹു അക്ബർ 100 തവണ ചൊല്ലുക. ഇതെല്ലാം നമ്മൾ ചൊല്ലുന്ന ദിക്റുകളാണല്ലേ. നിസ്കരിക്കുന്നവരാണെങ്കിൽ, കൃത്യമായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ കഴിയുന്നതാണ്. അല്ലാഹു അക്ബർ. അതിനുശേഷം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് 100 തവണയാണ് ചൊല്ലേണ്ടത്. മഗ്രിബിന് നമ്മളിത് പ്രത്യേകമായി ചൊല്ലേണ്ട ഒരു ദിക്ർ തന്നെയാണ്. വളരെയധികം പുണ്യം നിറഞ്ഞ ദിക്റാണ്. അടുത്തതായിട്ട് അതിനോടൊപ്പം തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ദിക്റിനെ എന്ത് ചെയ്യുക? 100 തവണ ചൊല്ലുക. അതോടൊപ്പം തന്നെ ചൊല്ലുക. അത് കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 തവണ ചൊല്ലുക. ഇസ്തിഗ്ഫാറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്ര തവണ ചൊല്ലുന്നത് വളരെയധികം പുണ്യം നിറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്കിനി എങ്ങനെ എനിക്ക് പറഞ്ഞു തരണമെന്നറിയില്ല. കാരണം അങ്ങനെയുണ്ട് അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് ചൊല്ലുക. ഞാൻ നിർദ്ദേശിക്കുന്നത് ഫാത്തിമിയ സ്വലാത്താണ്. നിങ്ങൾക്ക് ഏത് സ്വലാത്തും ചൊല്ലാം. വളരെയധികം പ്രാധാന്യം നിറഞ്ഞ, അത്ഭുതങ്ങൾ നിറഞ്ഞ അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി എന്ന ഈ സ്വലാത്ത് ചൊല്ലാം. അതുമല്ലെങ്കിൽ അതായത് ഈ സ്വലാത്തിൽ ഫാത്തിഹ എല്ലാവർക്കും അറിയുന്ന ഒരു സ്വലാത്താണ്. ഈ 2 സ്വലാത്തുകളും വളരെ പുണ്യം നിറഞ്ഞ സ്വലാത്താണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വലാത്തുകൾ ചൊല്ലാം. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമ്മുടെ ദുആ കബൂൽ ചെയ്യട്ടെ. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഓരോരുത്തരുടെയും കമന്റുകളും കാര്യങ്ങളും നിങ്ങളുടെ ദുആ വസിയത്തോടു കൂടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും ദുആയും നിങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.